ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രക്തം ഉണ്ടാകാനുള്ള എസെൻഷ്യൽ എലിമെൻറ്റ്സ്. അപ്പോൾ അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ, ഫോളിക് ആസിഡ്, B12, വിറ്റാമിൻ C, പെരിഡോക്സി. അപ്പോൾ ഇതിൻ്റെ സോഴ്സസിനെ പറ്റിയാണ്. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ കഴിച്ചാൽ ഈ ഘടകങ്ങൾ നമുക്ക് കിട്ടും, അതാണ് ഈ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പറയുന്നത് അയൺ, ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഭക്ഷണങ്ങൾ. നമുക്ക് ഈ രണ്ട് തരം അയണുണ്ട്. ഒന്ന് ഹീം അയൺ ആൻഡ് നോൺ ഹീം അയൺ. ഈ ഹീം അയൺ പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടും, അതേസമയത്ത് നോൺ ഹീം അയൺ അത്രയും പെട്ടെന്ന് ആഗിരണം ചെയ്യത്തില്ല. അപ്പോൾ ഹീം അയൺ ഉള്ള ഭക്ഷണങ്ങളാണ് ആദ്യം പറയുന്നത്. ഫുഡ് റിച്ച് ഇൻ ഹീം അയൺ. ഈ കരൾ, ഈ നമ്മൾ കഴിക്കുന്ന കോഴിയുടെയും മൃഗങ്ങളുടെയൊക്കെ കരൾ അതിൻ്റെ ഒരു നല്ല സോഴ്സാണ്. അത് കഴിഞ്ഞ് ഇറച്ചി, മീൻ, മുട്ട, ഇതെല്ലാം ഹീം അയണിൻ്റെ നല്ല സോഴ്സാണ്. നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻ ഐറ്റമിൽ പാലിൽ നിർഭാഗ്യവശാൽ ഈ അയൺ വളരെ വളരെ കുറവാണ്. അപ്പോൾ പാല് കുടിച്ചത് കൊണ്ട് നമുക്ക് അയൺ കിട്ടാൻ പോകുന്നില്ല. ഇനി നമ്മൾ നോൺ ഹീം അയൺ ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നോൺ ഹീം അയണിന് അബ്സോർഷൻ വളരെ ഡിലേയ്ഡ് ആയിരിക്കും. ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇലക്കറികൾ. ഈ പച്ചിലക്കറികൾ നല്ല ഒരു ഇരുമ്പിൻ്റെ സോഴ്സാണ്. അപ്പോൾ അത് ചീര തന്നെ, ചുവന്ന ചീരയും പച്ചചീര, അതിൽ പച്ചച്ചീരയുടെ അകത്താണ് കുറച്ചുകൂടെ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളത്. പിന്നെ മുരിങ്ങയില, പാലാക്ക് എന്നൊക്കെ പറയുന്ന ആ സംഭവം, ഇതെല്ലാം അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഇലക്കറികളാണ്. ധാന്യങ്ങൾ, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അരിയേക്കാൾ കൂടുതൽ അയൺ കണ്ടൻറ്റ് ഉള്ളത് ഗോതമ്പിൻ്റെ അകത്താണ്. അരി തന്നെ തവിട് കളയാത്ത അരിയുടെ അകത്താണ് കൂടുതൽ അയൺ കണ്ടൻറ്റ് ഉള്ളത്. പിന്നെ ചക്കര, പഞ്ചസാരേനേക്കാൾ കൂടുതൽ അയൺ കണ്ടൻറ്റ് ഉള്ളത് ചക്കരയുടെ അകത്ത്. അപ്പോൾ നമ്മൾ രാവിലെ കുടിക്കുമ്പോൾ ചക്കര കാപ്പി കുടിക്കും. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ്, നമുക്കിവിടെ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഈന്തപ്പഴം നമുക്ക് ഫ്രീലി അവൈലബിളാണ്. പിന്നെ ഈ നട്ട്സ്, നമ്മുടെ കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ഇതുപോലുള്ള നട്ട്സിൻ്റെ അകത്ത് അയണുണ്ട്. പിന്നെ എണ്ണക്കുരുക്കളുടെ അകത്ത് അയണുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അയണിൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ്, അയൺ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ. ഇനി അയൺ കണ്ടൻറ്റിൻ്റെ അബ്സോർഷൻ കുറക്കുന്ന ചില സംഗതികളുണ്ട്. എന്ന് മുട്ടയുടെ മഞ്ഞക്കരു, എഗ് യോക്ക്, പാല്, പിന്നെ ചായ, അൻറ്റാസിഡ്സ്, ഇതൊക്കെ എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അയൺ അബ്സോർഷൻ ഈ സംഗതികൾ കുറേയൊക്കെ തടയിടും. അപ്പോൾ കുറച്ച് അയൺ അബ്സോർവ് ചെയ്യത്തുള്ളൂ. അതുപോലെ അയൺ കണ്ടൻറ്റിൻ്റെ അബ്സോർഷൻ ത്വരിതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് വിറ്റാമിൻ C. അടുത്ത ഒരു എസെൻഷ്യൽ എലിമെൻ്റ് എന്ന് പറയുന്നത് ഫോളിക് ആസിഡാണ്. ഫോൾ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇല. അപ്പോൾ ഇലക്കറികളാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോളിക് ആസിഡ് കൂടുതലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇലക്കറികൾ. അതുകൂടാതെ ഇറച്ചി, മീൻ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഫോളിക് ആസിഡ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതുപോലെ നമ്മൾ ഈ ഭക്ഷണം കൂടുതൽ നേരം തിളപ്പിക്കുകയാണെങ്കിൽ ഈ ഫോളിക് ആസിഡ് അതിൻ്റെ അകത്തുനിന്ന് കുറേയൊക്കെ നഷ്ടപ്പെടും. അടുത്തതായിട്ട് B12 ഏറ്റവും കൂടുതലുള്ളത് ലിവർ, കിഡ്നി, മീൻ, മുട്ട, ഇറച്ചി, പാല്, ഇതിൽ B12ൻ്റെ അംശം വളരെ കൂടുതലുണ്ട്. പക്ഷേ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ തന്നെ ഈ കോളോൺ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഈ B12 ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
പക്ഷേ അത് മലത്തിൽ കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ, അത് അബ്സോർവ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ബി12 ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് അബ്സോർവ് ചെയ്യാതെ മലത്തിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അതിനൊരു ഉത്തമ ഉദാഹരണമാണുള്ളൂ. ചില മൃഗങ്ങൾ, ഈ മുയലിനെ പോലെയൊക്കെയുള്ള ചില മൃഗങ്ങൾ, ഈ അതിൻ്റെ മോഷൻ അത് തന്നെ തിന്നുന്നൊരു, അതിൻ്റെ ബ്ലഡിൽ ഈ ബി12 അംശം വളരെ കൂടുതൽ. അപ്പോൾ ഈ വെജിറ്റേറിയൻസിന് ബി12 യാതൊരു കാരണവശാലും കിട്ടത്തില്ല, പ്യുവർ വെജിറ്റേറിയൻസിന്. അപ്പോൾ വെജിറ്റേറിയൻസിന് ബി12 കിട്ടണം എങ്കിൽ ഒന്നുകിൽ അവർ പാല് കുടിക്കുക, അല്ലെങ്കിൽ മുട്ട കഴിക്കുക. അടുത്തത് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ ഏറ്റവും പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഈ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറഞ്ച്, ചെറുനാരങ്ങ അതുപോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നെല്ലിക്കയുടെ അകത്ത് ഇഷ്ടം പോലെ വിറ്റാമിൻ സി ഉണ്ട്. പിന്നെ ഇലക്കറികൾ, ടൊമാറ്റോ, ഉരുളൻകിഴങ്ങ് ഇതെല്ലാം വിറ്റാമിൻ സി ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇനി അടുത്തായിട്ട് ഞാൻ പറയുന്നത് പെരിഡോക്സിൻ, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് B6, വിറ്റാമിൻ B6. ഇത് ധാരാളമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. ഈസ്റ്റ്, ധാന്യങ്ങൾ, അതിൽ മെയിനുമായിട്ട് ഈ തവിട് കളയാത്ത അരി, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, പാലുൽപ്പന്നങ്ങൾ, ഇറച്ചി, മീൻ, മുട്ട, പിന്നെ പച്ചക്കറികൾ, നമുക്ക് സാധാരണ കിട്ടുന്ന പച്ചക്കറികൾ. അപ്പോൾ ഈ മോഡലിൽ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് ഈ പറഞ്ഞ 5 എസൻഷ്യൽ എലിമെൻസും കിട്ടാനുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അത് ധാരാളം കഴിക്കുക, രക്തക്കുറവിനെ അകറ്റി നിർത്തുക. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.